ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു GTA 4 വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ആൻഡ്രോയിഡിലാണ് കളിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആൻഡ്രോയിഡിൽ കളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി GTA 4 ആണിത്. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പ് GTA 4 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ GTA San Andreasലാണ് അതിൻ്റെ ക്യാരക്ടേഴ്സും കുറച്ച് ഗ്രാഫിക്സൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു മോഡായിരുന്നു ഉണ്ടായത്. പക്ഷേ ഇതങ്ങനെയല്ല, GTA 4 മാപ്പ് തന്നെ ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, ടോട്ടൽ മൊത്തത്തിലൊരു GTA 4 തന്നെയാണിത്. അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് അതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ മാപ്പ് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ മാപ്പിൽ തന്നെ ചില ബഗ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ചില മാപ്പ് ലോഡായി വരുന്നത് ചില സ്ഥലങ്ങളിൽ ഈ ഒരു പ്രശ്നമുണ്ട്, ആ ഒരു ബഗ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ സംഭവം എന്ന് വെച്ചാൽ ഗ്രാഫിക്സ് ഞാൻ കൂട്ടിയിട്ടിട്ടാണ് കളിക്കുന്നത്. ഇതിപ്പം മാക്സിമിലാണ് ഞാൻ കളിക്കുന്നത്, അതുകൊണ്ടാണ് ഈ ഒരു സീൻ വരുന്നത്. ഗ്രാഫിക്സ് കുറച്ച് കളിക്കുകയാണെങ്കിൽ ഈ ഒരു മാപ്പിൽ ഓടാകുന്നതിൻ്റെ ഇഷ്യൂ ഉണ്ടാകുന്നില്ല. ഓക്കെ, ഞാൻ ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഗ്രാഫിക്സ് കുറച്ച് കൂട്ടിയിട്ടിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സീൻ ഞാൻ കാണാൻ വേണ്ടി സാധിക്കും. മാപ്പ് ഇങ്ങനെ ലോഡായി വരുന്ന ഒരു ബഗ് ഉണ്ട്. അതും ചില സ്ഥലങ്ങളിൽ ചില സമയത്ത് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇഷ്യൂ ഉണ്ട്. അതുപോലെ തന്നെ ഓട്ടോ വേക്കൻ്റെ ഇഷ്യൂവും ചില സമയങ്ങളിലുണ്ട്. അപ്പോൾ അതൊക്കെ ആദ്യം ഞാൻ പറയാനുള്ള കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അപ്പോൾ അത് ഒരു ഇതായിട്ട് നിങ്ങൾ നോക്കണ്ട, അതൊക്കെ ഇതാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം കയറ്റിയാൽ മതി. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു GTA 4 ഫോണിൽ കളിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കയറ്റിയാൽ മതി. അതായത് ഗ്രാഫിക്സും അതിൻ്റെ മാപ്പൊക്കെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് കയറ്റി വയ്ക്കുക. അല്ലാണ്ട് വെറുതെ നിങ്ങൾ മിഷൻ കംപ്ലീറ്റ് ആക്കാൻ അങ്ങനെ നിങ്ങൾ ജസ്റ്റ് കയറ്റിയിട്ട് കാര്യമില്ല. കാരണം ഇതിൽ മിഷൻസൊക്കെ ഉണ്ടോയെന്ന് അറിയില്ല. ചിലപ്പോൾ ചീറ്റ് കാര്യങ്ങളൊക്കെ കയറ്റി നിങ്ങൾക്ക് മിഷൻ കളിക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബഗ്ഗിൻ്റെ ഇഷ്യൂ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഓട്ടോ ബാക്കിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഓൾറെഡി പറയാൻ കാരണം വേറൊന്നല്ല, ഇതിപ്പോൾ ചിലർക്ക് വർക്കായിട്ടില്ലെങ്കിൽ കമൻറ്റായിട്ട് വരും. ഞാൻ എല്ലാ വീഡിയോയിലും കാണുന്നതാണ്, ഇത് ഫേക്കാണ്, വർക്ക് ചെയ്യുന്നില്ല, ഓപ്പൺ ആവുന്നില്ല എന്നൊക്കെ പറയുന്ന കമൻസൊക്കെ കാണാറുണ്ട്. സ്വാഭാവികമാണ്, കാരണം അവർ കഷ്ടപ്പെട്ട് കയറ്റിയിട്ട് വർക്കാണ്ട് നിൽക്കുമ്പോൾ അവർക്ക് തന്നെ ഇതുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് വൈഫൈ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ട്രൈ ചെയ്ത്. ഇപ്പോൾ മൊബൈൽ ഡാറ്റയൊക്കെ ഉള്ളവർക്ക് അന്നത്തെ നെറ്റ് വെറുതെ കളയേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. 400 സംതിങ് MB മാത്രമേ ഉള്ളൂ. പറ്റുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഒരു GTA 4 മാപ്പൊക്കെ ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ PC കാരണമൊന്നും ഇല്ലാത്തവരായിരിക്കും പലരും. അപ്പോൾ ആ ഒരു മാപ്പ് എങ്ങനെയാണെന്ന് കാണാത്തവർക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ കാരണം. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ട കാരണമൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഗ്രാഫിക്സ് കുറച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ സാധിക്കും. ഇപ്പോൾ ഗ്രാഫിക്സ് കുറച്ചിട്ടാണ് കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ കാണാൻ കുറച്ച് രസമൊന്നും ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഗ്രാഫിക്സ് കുറച്ചിട്ടാണ് കളിക്കുന്നത്, അതുകൊണ്ട് തന്നെ ആ ഒരു മാപ്പൊന്നും കാണാൻ അത്ര രസം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു മാപ്പ് ലോഡാകുന്ന ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല ഗ്രാഫിക്സ് കുറച്ചാൽ. നിങ്ങൾക്ക് ഗ്രാഫിക്സ് കൂട്ടിയിട്ടാലാണ് ആ ഒരു ഇഷ്യൂ ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെ കളിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെ കളിച്ചാൽ മതി. അല്ലെങ്കിൽ ആ ഒരു മാപ്പ് അങ്ങനെ തന്നെ കാണാനുള്ളവർ ഗ്രാഫിക്സ് കൂട്ടിയിട്ട് കളിക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സെറ്റാച്ച് എന്നൊരു ആപ്ലിക്കേഷനിൽ കയറാം. ആപ്ലിക്കേഷൻ കയറിയ ശേഷം നമുക്ക് ഇതുപോലത്തെ നമ്മളൊരു ഫയൽ ഡൗൺലോഡ് ചെയ്ത ഫയൽ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. എക്സ്ട്രാക്ട് ചെയ്യുന്ന ടൈം കൊണ്ട് നമ്മൾ CPU സെറ്റ് എന്നൊരു ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ഉണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൻ്റെ CPU റെൻഡർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അഡ്രീനോ, പവർ VR, മാലി ഇങ്ങനെയാണ് റെൻഡർ ഉണ്ടാകുക. അപ്പോൾ എൻ്റെ ഇപ്പോൾ അഡ്രീനോ ആണ്. അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് CPU സെറ്റ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. അറിയുന്നവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അതിന് ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെക്കുക. അതിനുശേഷം നമ്മൾ ഫയലിൽ കയറുക. ഫയലിൽ കയറിയ ശേഷം നമ്മൾ അവിടെ ഒരു ഫയൽ റോക്കൻ സ്റ്റാർ ഫയലിൽ കയറുക. അതിപ്പോൾ TXDB എന്നൊരു ഫയലാണ് നമ്മൾ സാധിക്കും, അതിൽ കയറുക. അപ്പോൾ GTA 3 കയറിയതിന് ശേഷം നമുക്ക് ഈ ഒരു 3 ഫയൽ നമുക്ക് ജസ്റ്റ് റീനെയിം ചെയ്യണം. ഇപ്പോൾ അതിൻ്റെ ഓൾറെഡി റീനെയിം ആണ്. അഡ്രീനുള്ളവർ റീനെയിം ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ പവർ VRും മാലിയൊക്കെ ഉള്ളവരാണ് റീനെയിം ചെയ്യേണ്ടത്. അപ്പോൾ DXT എന്നാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ മാലി ആണെങ്കിൽ അവിടെ ETC എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ പവർ VR ആണെങ്കിൽ PVR എന്ന് ടൈപ്പ് ചെയ്യുക. അഡ്രീനുള്ളവർ DXT തന്നെയാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ GTA 3 അതുപോലെ തന്നെ GTA INT അതുപോലെ തന്നെ TXT ഈ 3 ഫയലാണ് നമുക്ക് ഇതേപോലെ റീനെയിം ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിലൊക്കെ നിങ്ങൾ റീനെയിം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ജസ്റ്റ് നിങ്ങൾ എല്ലാം അങ്ങനെ റീനെയിം ചെയ്ത് വെക്കണം. എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, അപ്പോൾ മനസ്സിലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്നിട്ട് റീനെയിം ചെയ്ത ഫയൽ എടുത്തിട്ട് നമ്മൾ ആൻഡ്രോയിഡിൽ ഡാറ്റയിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കോപ്പി ചെയ്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എറർ കാണിക്കും. അപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത് ഇതേപോലെ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഏതായാലും മതി, ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു നിങ്ങൾ ഫോൺ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ കയറി നോക്കുക, ജസ്റ്റ് കളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം അടുത്തൊരു കിട്ടിയ വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ജാക്കി ഗെയിമിംഗ് സൈനിങ് ഔട്ട്. ടേക്ക് കെയർ, ബൈ.